ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദശകം 84 കേൾക്കാം. ഹരിയോ, നമ്മൾ നാരായണീയം 83 ദശകം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 84-ാമത്തെ ദശകം പഠിക്കാം. ദശകം 84 സമന്ത പഞ്ചക യാത്ര. ഒന്നാമത്തെ ശ്ലോകം. കോതിദാസതപനോപരാഗകാലേ പുരിനിതകൃതവർമ്മ കാമസൂനോ യദുകുലമഹിളാവൃതസ്തു തീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചകാഖ്യം. അഥ ത്വം, അനന്തരം അവിടുന്ന്, കോതി തപനോപരാഗകാലേ, ഒരു സൂര്യഗ്രഹണ സമയത്ത്, ഒരു സൂര്യഗ്രഹണ കാലത്ത്, പുരി കൃതവർമ്മ കാമസൂനു നിദദത്. പുരി എന്ന് പറഞ്ഞാൽ ദ്വാരകാപുരിയെ, കൃതവർമ്മ കാമസൂനു, കൃതവർമാവിനും കാമസൂനു എന്ന് പറഞ്ഞാൽ അനിരുദ്ധനെയും ഏൽപ്പിച്ചിട്ട് യദുകുല മഹിളാവൃത, യദുകുലം അതായത് യാദവരെയും മഹിളാവൃത സ്ത്രീകളെയും കൂട്ടിയിട്ട് സമന്ത പഞ്ചകാഖ്യം, സമന്ത പഞ്ചകം എന്ന സുതീർത്ഥം, തീർത്ഥസ്ഥാനത്തേക്ക് സമുപഗത അസി, അവിടേക്ക് പോയി എന്നുള്ളതാണ് ഭഗവാൻ ഇവരൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ സമന്ത പഞ്ചകം എന്ന് പറഞ്ഞാൽ ഒരു പുണ്യതീർത്ഥസ്ഥാനമാണ് കേട്ടോ. പിന്നീട് അവിടുന്ന് ഒരു സൂര്യഗ്രഹണ കാലത്ത് ദ്വാരകാപുരിയിൽ കൃതവർമാവിനെയും അനിരുദ്ധനെയും രക്ഷയ്ക്കായി നിർത്തിയിട്ട് യാദവന്മാരോടും സ്ത്രീകളോടും കൂടി സമന്ത പഞ്ചകം എന്ന പേരാർന്ന പുണ്യതീർത്ഥത്തിലേക്ക് എഴുന്നള്ളുകയുണ്ടായി. ഇനി രണ്ടാമത്തെ ശ്ലോകം. ബഹുതര ജനതാഹിതായ തത്ര ത്വമപി പുനഃവിനിമദ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശി സമമിളഥാ കുരു പാണ്ഡവാദിമിത്രേ. ത്വം അപി തത്ര, അവിടെ പിന്നെ അവിടുന്ന്, ബഹുതര ജനതാഹിതായ, ആ ജനങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, ഹിതത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ നല്ലത് വരാൻ വേണ്ടിയിട്ട്, വിനിമദ്യ തീർത്ഥതോയം പുനർ, അതായത് ആ തീർത്ഥതോയത്തില്, ആ വെള്ളത്തിൽ, അതായത് ഈ സമന്ത പഞ്ചക തീർത്ഥത്തില് ഭഗവാൻ വിനിമജ്യ കുളിച്ചു, അവിടെ തീർത്ഥസ്നാനം ചെയ്തു എന്നുള്ളതാണ്. ദ്വികുല പരിമുക്ത വിത്തരാശി, ദ്വികുലം എന്ന് പറഞ്ഞാല് ബ്രാഹ്മണ കുലത്തിന്, വിത്തരാശി ധാരാളം ധനം നൽകി ഭഗവാൻ. കുരു പാണ്ഡവാദി മിത്രൈ, അതായത് കുരു എന്ന് പറഞ്ഞാൽ കൗരവന്മാരെ, പാണ്ഡവന്മാരും മിത്രങ്ങളൊക്കെ ആയിട്ടും കൂടിയിട്ട് സമമിളത സമ്മേളിച്ചു. നിൻ തിരുവടിയും അവിടെ അനേകം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് യഥാവിധി സ്നാനം ചെയ്തു തീർത്ഥജലത്തെ പരിശുദ്ധീകരിക്കുന്നവനായി ബ്രാഹ്മണർക്കെല്ലാം മതിയാവോളം ധനം വാരിക്കോരിക്കൊടുത്തു. കൗരന്മാർ, പാണ്ഡവന്മാർ മുതലായ മിത്രങ്ങളുമായി സമ്മേളിച്ചു. ഇനി മൂന്നാമത്തെ ശ്ലോകം. തവ ഖലു ദയിത ജനൈ സമേത ദ്രുപദ സുധാ ത്വയി ഗാഢ ഭക്തിഭാര തദുദിത ഭവദാകൃതി പ്രകാരൈ അതിമൂദേ സമമന്യഭാമിനീഭി. ത്വയി ഗാഢഭക്തിഭാര, അതായത് ഭഗവാനിലെ ഗാഠമായ ഭക്തിയുള്ള ദ്രുപദ സുധാഖലു, ദ്രുപദ സുധ ആരാണ്? പാഞ്ചാലി. തവ ദയിതാ ജനൈ സമേത, ഭഗവാന്റെ പ്രേയസി ജനങ്ങളുമായിട്ട്, തദുദിത ഭവദാകൃതി പ്രകാരേ, അപ്പൊ ആ സ്ത്രീകളൊക്കെ പാഞ്ചാലിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവരെയൊക്കെ ഭഗവാൻ എങ്ങനെ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത്. അന്യഭാമിനി ഭീസമം, മറ്റുള്ള സ്ത്രീകളോടും കൂടിയിട്ട് അതിമൂദേ വളരെ സന്തോഷിച്ചു എന്നുള്ളതാണ്. നിൻ തിരുവടിയിൽ അത്യന്തം ഭക്തി വായ്പുള്ള പാഞ്ചാലി ദേവി ആകട്ടെ അങ്ങയുടെ പ്രേയസി ജനങ്ങളോട് കൂടി സമ്മേളിച്ചിട്ട് നിൻ തിരുവടി അവരെ സ്വീകരിച്ച പ്രകാരങ്ങൾ അവർ വർണ്ണിച്ചു പറഞ്ഞത് കേട്ട് മറ്റു സ്ത്രീകളോടൊപ്പം വളരെയധികം സന്തോഷിച്ചു. ഇനി നാലാമത്തെ ശ്ലോകം. തദനുച ഭഗവൻ നിരീക്ഷ ഗോപാൽ അതികുതുകാതുപഗമ്യമാനയിത്വാ ചിരതര വിരഹാതുരാംഗരേഖ പശുപവധൂ സരസം ത്വമന്വയാസി.
ഭഗവൻ, അല്ലയോ ഭഗവാനെ, തതിനു ചത്തും, അതിനുശേഷം അവിടുന്ന് ഗോപാനിരീക്ഷ, ഗോപന്മാരെ കണ്ടിട്ട് അതികുതുകാതുപദമ്യ മാനയിത്വ, ആഹ്ലാദത്തോട് കൂടിയിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ മാനിച്ചു. ചിരതര വിരഹാതുരാംഗരേഖ. അപ്പൊ അവരൊക്കെ ഈ ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ ഭഗവാനെ ആയിട്ട് ഇപ്പൊ കുറെ കാലം വിട്ടു നിന്നില്ലേ. അപ്പൊ അവര് മുഴുവനെ വളരെ ശോഷിച്ചിട്ടുണ്ട്, വളരെ ക്ഷീണിതരായി ശോഷിച്ചിരിക്കുന്നുണ്ട്. പശുപവധു സരസം അന്വയാസി. പശുപവധു എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകളെ വളരെ അധികം ഭഗവാൻ രസിപ്പിച്ചു. അല്ലയോ ഭഗവാനെ, അനന്തരം അവിടുന്ന് ഗോപന്മാരെ കണ്ട് അത്യാഹ്ലാദത്തോടെ അടുത്തു ചെന്ന് അവരെ മാനിച്ചു. എന്നിട്ട് വളരെ കാലത്തെ വിരഹദുഃഖത്താൽ ഒരു വര പോലെ അത്രയും വലിയ ശരീരത്തോട് കൂടിയ ഗോപസ്ത്രീകളെ, അവരെ എല്ലാവരെയും ആനന്ദത്തോടെ രസിപ്പിച്ചു. ഇനി 5ാമത്തെ ശ്ലോകം. സപതിച്ച ഭവദീക്ഷണോത്സവേന പ്രമുഷിതമാനഹൃദാം നിദംബിനീനാം അതിരസ പരിമുക്ത കഞ്ജുളീകേ പര്യഹൃദ്യതരേ കുചേന്യരൈഷേ. സപതി ഭവദീക്ഷണോത്സവേന, ഉടനെ അങ്ങയുടെ ദർശനം കൊണ്ടുണ്ടായ പ്രമുഷിതമാനഹൃദാം, പരമാനന്ദത്തിൽ മനസ്സിൽ പ്രണയകോപം നിശേഷം നീങ്ങിയ നിദംബിനീനാം, ഗോപസുന്ദരിമാരുടെ അതിരസ പരിമുക്ത കഞ്ചുളീകെ. കഞ്ചുളീക എന്ന് പറഞ്ഞാൽ മുലക്കച്ച. അപ്പൊ ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവര് രോമാഞ്ചിതരായി, അവരുടെ മുലക്കച്ചയൊക്കെ അഴിഞ്ഞു എന്നുള്ളതാണ്. പരിചയഹൃദ്യതരേ കുചി. അപ്പൊ ഭഗവാനാണെങ്കിൽ പൂർവ്വ പരിചയമുള്ളതാണ്. അതിന്റെ ആ കുജമണ്ഡലങ്ങളില് നിലേഷീച്ച, തികച്ചും ചേർന്ന് ഭഗവാൻ ലയിച്ചു എന്നുള്ളതാണ്. ഉടനെ അങ്ങയുടെ ദർശനം കൊണ്ടുണ്ടായ പരമാനന്ദത്താൽ മനസ്സിൽ നിന്ന് പ്രണയകോപം നിശേഷം നീങ്ങിയ ഗോപസുന്ദരിമാരുടെ പ്രേമാതിശയം കൊണ്ട് കെട്ടഴിഞ്ഞു നീങ്ങിയ മുലക്കച്ച, പൂർവപരിചയത്താൽ ഏറ്റവും മനസ്സിനിണങ്ങിയതുമായ കുജമണ്ഡലങ്ങളില് തികച്ചും ചേർന്ന് ലയിച്ചു. ഇനി 6ാമത്തെ ശ്ലോകം. രിപുജന കലഹൈ പുനഃപുനർമേ സമുപഗതൈര്യതേ വിളംബനാഭോ ഇത് കൃത പരിരംഭണേ ത്വയിദ്രാ അതിവിവശാ ഖലു രാധികാനിലില്യേ. പുനഃപുന എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും. സമുപഗതൈ രിപുജന കലഹൈ, അതായത് ശത്രുക്കളുമായിട്ട് കുറെ യുദ്ധം ചെയ്യേണ്ടി വന്നു ഭഗവാന്. മേ ഈയതീ വിളംബന അഭൂത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വരാൻ ഇത്രയും താമസിച്ചത് എന്ന് ഗോപശ്രീകളോട് പറയുകയാണ് ഭഗവാൻ. ഇതി ത്വയി കൃതപരിരംഭണേ എന്ന് പറഞ്ഞ് അവിടുന്ന് അവര് കാലികരം ചെയ്തപ്പോൾ അപ്പൊ രാധികയെയും ഗാഠാലിംഗനം ചെയ്ത് കഴിയുമ്പോൾ രാധിക വിവശയായി തീർന്നു എന്നുള്ളതാണ്. ആലിംഗനത്തില് അതിവശ, അത് പ്രേമ പരവശയായി തീർന്നു, ഭഗവാനില് തികച്ചും ലയിച്ചു എന്നുള്ളതാണ് രാധിക. അതായത് ഐക്യസുഖം പ്രാപിച്ചു. വീണ്ടും വീണ്ടും വന്നു ചേർന്ന ശത്രുക്കളുമായുള്ള യുദ്ധ നിമിത്തമാണ് എനിക്ക് ഭഗവതിയുടെ അടുത്ത് വരാൻ കാലതാമസം നേരിട്ടത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആലിംഗനം ചെയ്തപ്പോൾ രാധാദേവി പെട്ടെന്ന് അത്യന്തം പ്രേമവശിയായി തന്നെ അങ്ങയിൽ തികച്ചും ലയിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. അപഗത വിരഹ വ്യഥാതദാത രഹസി വിധായ ദദാത തത്വബോധം പരമസുഖചിദാത്മകോഹമാത്മേതി ഉദേതുവ സ്ഫുടമേവ ചേതസീതി. തദാ രഹസി, ആ അവസരത്തില് ഏകാന്തതയിൽ വെച്ചിട്ട് താ അപഗത വിരഹ വ്യഥാവിധായ, അതായത് ആ ഗോപികളുടെ വിരഹ ദുഃഖങ്ങളെല്ലാം അകറ്റി. പരമസുഖ ചിദാത്മക അഹം ആത്മാ ഇതി, അതായത് പരമാനന്ദ സ്വരൂപനായ ഞാൻ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ആത്മാ ഇതി എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായിട്ട് കുടികൊള്ളുന്നു. അതായത് ഭഗവാൻ ഈ ഗോപസ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ എന്തിനു ദുഃഖിക്കുന്നു, എല്ലാ ജീവാത്മാവിലും ഞാൻ എൻ്റെ ആത്മാവായിട്ട് നിങ്ങളിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് അർത്ഥം.
ചേതസി സ്ഫുടം ഏവ ഉദയത് എന്ന് അവരുടെ മനസ്സിൽ സ്പഷ്ടമായിട്ട് ഉദിച്ചു. ഉദിക്കുന്ന മാതിരി ഭഗവാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇനി തത്വബോധം ദധാത, അങ്ങനെ തത്വജ്ഞാനം അവരിൽ ഉണ്ടാക്കി കൊടുത്തു ഭഗവാൻ. ആ അവസരത്തിലെ ഏകാന്തതയിൽ വെച്ച് ആ ഗോപികളുടെ വിരഹ ദുഃഖമെല്ലാം അകറ്റിയിട്ട് പരമാനന്ദ പ്രകാശ സ്വരൂപനായ ഞാൻ ആകുന്നു സർവ ജീവജാലങ്ങളുടെയും ആത്മാവ് എന്ന ബോധം നിങ്ങളുടെ മനസ്സിൽ സ്പഷ്ടമായി ഉദിക്കട്ടെ എന്നീ പ്രകാരം തത്വജ്ഞാനം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇനി 8ാമത്തെ ശ്ലോകം. സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുരാഭവ ഉത്ഥവോപദേശേ സമഭവതാമുദ പരന്തു താസാം പരമസുഖ്യമയേ ഭവദ്വിചിന്ത. പുരാ പണ്ട് ഉദ്ധവരെ ഉപദേശിക്കണ്ടായില്ലോ, ഉദ്ധവരെ പറഞ്ഞിരിക്കണ്ടായില്ലോ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് ഭഗവാൻ. അപ്പൊ അവിടെ ഉദ്ധവരെ ഉപദേശം കൊടുക്കലുണ്ടായിട്ടുണ്ടല്ലോ. താസാം വിയോഗ, അതായത് അപ്പൊ ആ വിരഹ ദുഃഖമൊക്കെ അപ്പൊ അന്ന് ഈ ഗോപസ്ത്രീകൾക്ക് അകറ്റി കൊടുത്തതാണ്. കിമപി സുഖരസ പരിമിശ്രിത അഭവത്, ആനന്ദാനുഭവം കലർന്നായി തീർന്നിരുന്നു ആ സമയത്ത്. അമുദ പരന്തു, ഈ ഭഗവത് ഉപദേശം ഹേതുവായിട്ട് ഇതിനുശേഷമാകട്ടെ ഭവ വിചിന്ത, അങ്ങയെ കുറിച്ചിട്ടുള്ള ചിന്ത പരമ സുഖ ഐക്യമയീ സമഭവത്, പിന്നെ ഭഗവാനായിട്ടുള്ള ഈ ചിന്ത മുഴുവനെ ആനന്ദായുധമായി അദ്വൈതം എന്ന് പറഞ്ഞാൽ അദ്വൈത രൂപമായി ഭരിച്ചു, അതായത് ഐക്യരൂപം ഉണ്ടായി എന്നുള്ളതാണ്. പണ്ട് ഉദ്ധവർ നൽകിയ ഉപദേശങ്ങളാൽ ആ ഗോപിമാരുടെ വിരഹ ദുഃഖം അല്പം ആനന്ദാനുഭവം കലർന്നതായി തീർന്നിരുന്നു. ഈ ഭഗവത് ഉപദേശം ഹേതുവായിട്ട് ഇതിനു ശേഷമാകട്ടെ നിൻ തിരുവടിയുള്ള ചിന്ത പരമാനന്ദ ദ്വൈതരൂപമായി പരിണമിച്ചു. ഇനി 9ാമത്തെ ശ്ലോകം. മുനിവരനിവഹൈസ്തവാച പിത്ര ദുരിതശമായ ശുഭാനി പൃച്ഛമാനേ ത്വയി സതി കിമിദം ശുഭാന്തരൈരിതി ഒരു ഹസിതൈരവിയാദിതസ്തദാസോ. അത് തവ പിത്ര, അനന്തരം അങ്ങയുടെ പിതാവ് ദുരിതശമായ, ഈ ദുരിതങ്ങൾ കുറെ ദുരിതങ്ങളായി അനുഭവിക്കണോ അതൊക്കെ ശമിക്കാൻ വേണ്ടിയിട്ട് ശുഭാനി പൃച്ഛമാനി മുനിവര നിവഹൈ. അപ്പൊ മുനിവരന്മാരാരാണ്? വ്യാസമഹർഷി, നാരദ മഹർഷി തുടങ്ങിയിട്ടുള്ളവരാണ്. അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയാണ് നമുക്ക് ഈ ദുരിത ശമനമൊക്കെ ഒന്ന് വരുത്താൻ വേണ്ടി ഒരു യാഗം നടത്തണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആര്? വസുദേവർ ചോദിക്കുകയാണ്. ത്വയി ശുഭാന്തരൈരി ഇതം കിം ഇത് ഒരു ഹസിതൈ അപി. അപ്പൊ അവര് ചിരിച്ചുകൊണ്ട് പറയാണ് ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിച്ച് കയ്യിലുള്ള സമയത്ത് പിന്നെ ഇതിൻ്റെയൊക്കെ എന്താ ആവശ്യം എന്നൊക്കെ ചോദിക്കുകയാണ്. തഥാ അസൗ യാജിത, പക്ഷെ എന്നാലും കൂടിയിട്ട് അങ്ങനെ വസുദേവർ പറഞ്ഞു കഴിഞ്ഞപ്പോ വസുദേവരെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ചു. അനന്തരം നിൻ തിരുവടിയുടെ പിതാവ് ദുരിതശാന്തിക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ട ശുഭകർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യാസനാരദാദി മഹർഷിമാരോട് ചോദിച്ചു. അവർ ജഗദീശ്വരനായ അവിടുന്ന് പുത്രനായിരിക്കെ മറ്റു ശുഭകർമ്മങ്ങളെ കൊണ്ടുള്ള ഈ ദുരിതശമന പ്രാർത്ഥന എന്ത് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. എങ്കിലും ആ അവസരത്തിൽ ഈ വസുദേവരെ കൊണ്ട് യാഗം ചെയ്യിച്ചു. 10ാമത്തെ ശ്ലോകം. സുമഹതീയജനേ വിതായമാനേ പ്രമുദിതമിത്രജനേ സഹൈവ ഗോപ യദുജനമഹിതാ സ്ത്രീമാസമാത്രം ഭവദനുഷംഗരസം പുരേവ ഭേജോ. പ്രമുദിത മിത്രജനെ, അത്യന്തം സന്തുഷ്ട സുജനങ്ങളോട് കൂടിയിട്ട് സുമഹരി യജനെ വിതായമാനെ, വിഭവസമൃദ്ധമായിട്ടുള്ള യാഗം ചെയ്തു നടന്നുകൊണ്ടിരിക്കെ ഗോപാ സഹ ഏവ, ഗോപന്മാരും ബന്ധുക്കളോടും കൂടിയിട്ട് യദുജനമഹിത, യാദവന്മാരാൽ ബഹുമാനിക്കപ്പെട്ടവരായി ത്രിമാസം മാത്രം 3 മാസക്കാലം ഭഗവത് അനുഷംഗരസം പുരാ ഇവ ഭേജു, അതായത് ഭഗവാനുമായിട്ടുള്ള കൂടിച്ചേരലുള്ള രസം അവരെല്ലാവരും പണ്ടത്തെ പോലെ അനുഭവിച്ചു എന്നുള്ളതാണ്. അത്യന്തം
സന്തുഷ്ടരായ സുഹൃജനങ്ങളോട് കൂടിയതും വിഭവസമൃദ്ധമായ യാഗം നടന്നുകൊണ്ടിരിക്കെ ഗോപന്മാർ ബന്ധുക്കളോടുകൂടി യാദവന്മാരാൽ ബഹുമാനിക്കപ്പെട്ടവരായി 3 മാസക്കാലം അങ്ങയുടെ സമ്പർക്കം കൊണ്ടുള്ള പരമാനന്ദം പണ്ടത്തെ പോലെ അനുഭവിച്ചു. ഇനി 11ാമത്തെ ശ്ലോകം. വ്യപഗമ സമയേ സമേത്യ രാധാൻ ദൃഢമുപഗുഹ്യ നിരീക്ഷ വീതഖേദാം പ്രമുദിത ഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മാംഗലേഭ്യ. വ്യപക സമയേ, അതായത് വ്യപഗമ സമയേ രാധ സമേത്യ ദൃഢം ഉപഗുഹ്യ, അതായത് ഇപ്പൊ പിരിഞ്ഞു പോണ്ട സമയമായി. ഇപ്പൊ ഭഗവാൻ രാധയുടെ അടുത്തേക്ക് വന്നിട്ട് രാധയെ ഗാഠമായി ഉണർന്നു, ആലിംഗനം ചെയ്തു. വീതഖേദാം നിരീക്ഷ, അപ്പോൾ രാധയില് വലിയ ഖേദമൊന്നും കണ്ടില്ല, സങ്കടമൊന്നും കണ്ടില്ല, പിരിയണ സങ്കടമൊന്നും രാധയിൽ കണ്ടില്ല. കാരണം തത്വജ്ഞാനം ഉണ്ടാക്കി കൊടുത്തല്ലോ ഭഗവാൻ, അതുകൊണ്ട് ഖേദമൊന്നും കണ്ടില്ല. പ്രമുദിത ഹൃദയ പുരം പ്രയാത, അപ്പൊ ഭഗവാൻ സന്തോഷമായിട്ട് സ്വന്തം പുരത്തിലേക്ക് പോയി, ദ്വാരകയിലേക്ക് ഭഗവാൻ മടങ്ങിപ്പോയി. പവനപുരീശ്വര മാം ഗദേഭ്യ പാഹി, അപ്പോൾ പിന്നെ അല്ലയോ ഗുരുവായൂരപ്പ, ഭഗവാനെ എൻ്റെ ഈ ലോകത്തിൽ നിന്ന് എന്നെ മാറ്റിയിട്ട് കാത്തു രക്ഷിക്കണമേ. അത് മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി പറയുന്നതാണ്, ഗുരുവായൂരപ്പനോട് യാചിക്കുന്നതാണ്. ഇനി നമുക്ക് ശ്ലോകങ്ങളെല്ലാതും ഒന്നിച്ചു ചൊല്ലാം. ദശകം 84 സമന്ത പഞ്ചക യാത്ര. കുരി അഥ തപനോ പരാഗ കാലേ പുരിനിതകൃതവർമ്മ കാമസൂനോ യദുകുല മഹിളാ വൃതസ്വതീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചകാഖ്യം ബഹുതര ജനതാഹിതായ തത്ര ത്വമപി പുനഃ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശി സമമിലതാ കുരു പാണ്ഡവാദിമിത്രേ തവ ഖലു ദയിതാ ജനൈ സമേത ദ്രുപദ സുധാ ത്വയി ഗാഢ ഭക്തിഭാര തദുദിത ഭവതാ ഹൃദി പ്രകാരേ അതിമുമുദേ സമമന്യ ഭാമിനീഭി തദനു ച ഭഗവൻ നിരീക്ഷ്യ ഗോപ അതികുതുകാതുപഗമ്യമാനയിത്വാ ചിരതര വിരഹാതുരാംഗരേഖ പശുവധൂ സരസം ത്വമന്വയാസേ സപതിത ഭവതീക്ഷണോത്സവേന പ്രമുഷിതമാന ഹൃദാം നിദാംബിനീനാം അതിരസ പരിമുക്ത കഞ്ചുളീകേ പര്യഹൃദ്യതരേ കുചേന്യലൈഷേ രിപുജന കലഹൈ പുനഃ പുനർമേ സമുപഗതൈര്യതേ വിളംബനാഭോ വികൃത പരിരംഭണേ ത്വയിത്ര അതിവ്യവസാഖലുരാധിജാനിലില്യേ അവഗത വിരഹ വ്യഥാതദാത രഹസി വിധായ ദദാത തത്വബോധം പരമസുഖചിതാത്മബോഹമാത്മേതി ഉദയതുവ സ്ഫുടമേവ ചേതസീതി സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുരാ ഭവദുഃഖോപദേശേ സമഭവത് അമുദപരം തു താസാം പരമസുഖൈ ഐക്യമയേ ഭവതി ചിന്താ മുനിവര നിവൈസ്തവാച പിത്ര ദുരിതശമായ ശുഭാനി പൃച്ഛമാനേ ത്വയി സതി കിമിദം ശുഭാന്തരൈരിതി ഉരുഹസിതൈരഭിയാദിദത്തദാസോ സുമഹദീയജനേ വിതായമാനേ പ്രമുദിതമിത്രജനേ സഹൈവ ഗോപ യദുജനമഹിതാസ്ത്രമാസമാത്രം ഭഗ അനുഷംഗരസം പുരേവ ഭേജോ യപഗമ സമയേ സമേത്യ രാധാൻ ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീതഖേദാൻ പ്രമുദ ഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മാം ഗദേഭ്യ. ശ്രീഹരേ നമഃ. ഗോപികാ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഹരി ഓം തത്സത്. അപ്പൊ ഇന്നത്തെ വായന ഇവിടെ അവസാനിച്ചു. അടുത്ത വായനയായിട്ട് ഞങ്ങൾ വരുന്നവർക്ക് എല്ലാവർക്കും